ഇഷ്ടപ്പെട്ടു. പിന്നെ നാട്ടിലേക്ക് വരുന്നു, കല്യാണത്തിന് നിക്കാഹിൻ്റെ ഒരു 5-6 ദിവസം മുമ്പ് ഒന്ന് ജസ്റ്റ് അവരുടെ വീട്ടിൽ പോകുന്നു, ഇറങ്ങുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ കാണൽ ചടങ്ങായിട്ടൊന്നും വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആ ലൈഫ്. പിന്നെ ഞാൻ കാരണം നമ്മുടെ സ്വന്തം റൂമിലേക്ക് പോകാൻ തന്നെ നമുക്കൊരു മടി. നിങ്ങൾ കണ്ടില്ല ജാസി എന്ന പേരായ ഒരു ട്രാൻസ്ജെൻഡർ അവരുടെ വിവാഹമാണ് യഥാർത്ഥത്തിൽ. എത്ര ലാഘവത്തോടെയാണ് യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കിയിട്ട്. നോക്കണം, ആ ജാസി എന്ന് പേരായിട്ടുള്ള അവർ കുറച്ചൊക്കെ പ്രസിദ്ധിയുള്ള ഒരു പെൺകുട്ടി, എന്താ പറയുക, ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ പറയാൻ സാധ്യമല്ല. നമ്മൾ പറയുമല്ലോ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തുകയോ അവരെ പരിഹസിക്കുകയോ അല്ല നമ്മൾ ചെയ്യേണ്ടത്, മറിച്ച് അത് ഒരു സിസ്റ്റമാണ്. നമ്മുടെ നാട്ടിൽ ലോകത്ത് അങ്ങനെ ഒരു സിസ്റ്റമുണ്ട്. അഥവാ കൂടുതൽ ആണുങ്ങളുടെ ഹോർമോണുകളുള്ള ട്രാൻസ്ജെൻഡറും കൂടുതൽ സ്ത്രീകളുടെ ഹോർമോണുകളുള്ള ട്രാൻസ്ജെൻഡറുകളുമുണ്ട്. അപ്പോൾ സാധാരണ ഇന്ന് നമ്മുടെ സർജറി വഴിയൊക്കെ പലതും ചെയ്ത് കൂടുതൽ ഹോർമോൺ പുരുഷൻ്റേതാണെങ്കിൽ അത് പുരുഷനാക്കി മാറ്റുക, സ്ത്രീയുടേതാണെങ്കിൽ സ്ത്രീയാക്കി മാറ്റുക എന്ന സിസ്റ്റമൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്ന് പുരോഗമിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും ചെയ്യാതെ തന്നെ യഥാർത്ഥത്തിൽ തികഞ്ഞ ട്രാൻസ്ജെൻഡറായ ഈ ജാസി വന്നിട്ട് നോക്കണം, അഥവാ പുരുഷൻ്റെ രൂപത്തിൽ വന്നിട്ട്. അതാണ് ഇപ്പോൾ ഈ ജാസി സ്ത്രീയുടെ രൂപമാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഒരു പുരുഷൻ്റെ ആ രൂപം സ്വീകരിച്ചുകൊണ്ട് ഗൾഫിലായിരുന്നു, ആ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നു. എന്നിട്ട് ഒരു പെണ്ണ് കാണൽ അഥവാ ഒരു കല്യാണം കഴിപ്പിക്കണമെന്ന് യഥാർത്ഥത്തിൽ ഈ കുടുംബത്തിന് ആഗ്രഹമുണ്ട്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ യഥാർത്ഥത്തിൽ കുടുംബത്തിൽ ഇപ്പം നമ്മൾ സാധാരണ ഞാനൊരു കല്യാണം കഴിക്കാൻ പോവുകയാണെങ്കിൽ എനിക്ക് കല്യാണം കഴിക്കാൻ സാധ്യമല്ല എന്ന് എന്നേക്കാളും കൂടുതൽ അറിയുന്നത് വേറെ ആരുമില്ല. എൻ്റെ മാതാപിതാക്കളോടും ഞാൻ ചിലപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകില്ല, വേണ്ടത്ര ആരോടും പറഞ്ഞിട്ടില്ല. ഞാനൊരു പുരുഷനാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊരു വിവാഹം വേണം. അപ്പോൾ നിർബന്ധിച്ച് പെണ്ണ് കാണാൻ പോയി, അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ടു. ഈ ജാസി പറയണേ, അതോടൊപ്പം ജാസിക്കറിയാം എനിക്ക് ഒരു വിവാഹം ചെയ്താൽ ആ പെൺകുട്ടിയെ എന്തിനാണ് വിവാഹം ചെയ്യുന്നത്, നമ്മൾ പാവ കുട്ടീനെ കളിക്കാൻ വാങ്ങിക്കൊടുക്കുകയല്ലല്ലോ. ഇത് ഒരു ജീവിതം ഉണ്ടാവുക എന്നതിന് വേണ്ടിയാണല്ലോ യഥാർത്ഥത്തിൽ വിവാഹം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എന്നിട്ട് ആ പെൺകുട്ടിയുടെ ജീവിതം മുഴുവൻ തൊലച്ചു കളഞ്ഞതിന് ശേഷം പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. ഡിപ്ലോമ കോഴ്സ് ചെയ്തു, ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തത്. പിന്നെ ചെയ്യിച്ചതും പിന്നെ നമുക്ക് മന്ത്ലി അവർക്ക് മാസം പേയ്മെന്റ് കൊടുക്കണമല്ലോ അങ്ങനെ അത്യാവശ്യം ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡൈവോഴ്സ് ചെയ്ത സമയത്ത് ഞങ്ങൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പിരിയുന്നത്. ഞങ്ങൾ കൊടുത്ത സ്വർണ്ണങ്ങളെല്ലാം ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് തന്നെ കൊടുത്തു. അതായത് ഞങ്ങൾ കൊടുത്ത മെഹർ കൊടുത്ത് അതൊന്നും ഞങ്ങൾ തിരിച്ച് വാങ്ങിയിട്ടൊന്നുമില്ല, അതൊക്കെ ഞങ്ങൾ കൊടുത്തു. കാരണം ആ കുട്ടിക്ക് നാളെ ലൈഫ് ഉണ്ടായാൽ അത് ബെറ്റർ ആയിക്കോളും എന്ന് വിചാരിച്ചു ഉമ്മ പറഞ്ഞതൊന്നും വാങ്ങണ്ട, ഒക്കെ അവിടെ പോയി കൊടുത്തേക്കുന്നത്. അപ്പോൾ അതെന്താ പറയുന്നത്, ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ ഇല്ലാതാക്കിയതിനു ശേഷം പറയുകയാണ് എന്തെന്ന്, ഈ പെൺകുട്ടിയെ വെറുതെ വിടുന്നില്ല. എന്നിട്ട് ഞങ്ങൾ അതൊക്കെ തിരിച്ചു കൊടുത്തു. ഉമ്മ പറഞ്ഞു ഒന്നും വാങ്ങണ്ട, തിരിച്ചു വാങ്ങണ്ട എന്ന്. ഇതാണോ ഇപ്പോൾ ഒരു ക്വാളിറ്റി? മാത്രമല്ല എന്താ ഈ പറയുന്നത്, നിങ്ങളൊന്ന് അത്ഭുതത്തോടെ നോക്കൂ. നമ്മുടെ ഒരു സഹോദരിയാണെങ്കിൽ, നമ്മുടെ ഒരു മകളാണെങ്കിൽ ആ വിവാഹം ചെയ്യപ്പെട്ടത് നോക്കണം, എന്തായിരിക്കും നമ്മുടെ ഒരവസ്ഥ. ഒരു പെൺകുട്ടിയെ എന്തുമാത്രം എന്താ പറയുക പ്രതീക്ഷകളോടെയും ആഗ്രഹങ്ങളോടെയുമാണ് യഥാർത്ഥത്തിൽ ഒരു മാതാപിതാക്കളും അതിൻ്റെ ബന്ധുക്കളും കല്യാണം കഴിച്ച് വിടുന്നത്. വീട്ടിൽ ഭക്ഷണം കൊടുക്കാനില്ലാത്തത് കൊണ്ടല്ല മാതാപിതാക്കൾ ആ പെൺകുട്ടിയെ പുറത്തേക്ക് കല്യാണം കഴിച്ചു വിടുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ പുലർത്താനുള്ള ബുദ്ധിമുട്ട് കൊണ്ടൊന്നും അല്ലത്. പക്ഷേ ഏകദേശം പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ സ്ത്രീ ആയാലും പുരുഷനായാലും പ്രധാനം ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുന്നത് അവരുടെ കുടുംബ സംവിധാനത്തിന് അഥവാ കുട്ടികൾ ഉണ്ടാവുക, അവരുടെ ഭർത്താവിൻ്റെ കീഴിൽ ഒരു ജീവിതം ഉണ്ടാവുക എന്നതിന് വേണ്ടിയാണ്. എന്നിട്ട് എന്തു മാത്രം വളരെ വില കുറച്ചിട്ടാണല്ലോ ഈ ജാസി പറയുന്നത്. ഞാൻ ആലോചിച്ച് നോക്കിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടി എന്താ പറയുക, ഇപ്പം ഞാൻ ഈ ജാസിയെക്കുറിച്ച് ആൺ എന്ന് തന്നെ പറയുന്നു. കാരണം ഈ ആണ് എന്നുള്ള രൂപം മാറ്റവും യഥാർത്ഥത്തിൽ പെണ്ണാണ് എന്ന സ്ഥിതി ഇപ്പോൾ പെണ്ണായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ജാസി ശരിക്കും തുറന്നു പറയേണ്ടതല്ലേ? അതല്ലാതെ ഒരു ജീവിതം മുഴുവനും ഇല്ലാതാക്കിയതിനു ശേഷം അതിനെക്കുറിച്ച് പിന്നീടും ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സങ്കടകരമായ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ലോകത്ത് എന്താണ് ഈ നടക്കുന്നത്. നിങ്ങൾ ഇതും കൂടെ ഒന്ന് കണ്ടു നോക്കൂ. അങ്ങനെയൊക്കെയാണ് ഞാൻ കല്യാണത്തിൽ എൻ്റെ കല്യാണം ഓൾറെഡി ഉപ്പാക്ക് വയ്യ, ഉപ്പാക്ക് ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. അങ്ങനെ ഉപ്പാൻ്റെ ഒരു നിർബന്ധം ഇതൊക്കെയാണ് വെച്ചിട്ടാണ് പെട്ടെന്ന് കല്യാണം കാര്യങ്ങളൊക്കെ വരുന്നത്.
ഉണ്ടായത്. പിന്നെ എല്ലാവരും പറഞ്ഞു കല്യാണം കഴിഞ്ഞതൊക്കെ മാറും, ഒരു പെണ്ണ് കല്യാണം കഴിച്ചാലും കല്യാണം കഴിഞ്ഞാൽ ഇത് മാറും എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പിന്നെ പെട്ടെന്ന് കല്യാണത്തിലേക്ക് വന്നത്. നിങ്ങൾ ആലോചിച്ചു, ആ കുട്ടിക്ക് ഒരു ലൈഫ് ഉണ്ടാവട്ടെ, ഞങ്ങളുടെ കാര്യം ഒഴിവാക്കി തലാക്ക് ചൊല്ലുമ്പോൾ പറയുകയാണ് ആ കുട്ടിയെ പഠിപ്പിച്ചതും ആ കുട്ടിയെ മറ്റു +2 കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചൊക്കെ കൊടുത്തത്. എന്താ ഇപ്പം പഠിപ്പിച്ചു കൊടുത്താൽ അതിനെപ്പോഴും ന്യായീകരണമാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ആ കുട്ടിയെ ഇങ്ങനെ ഈ സംഭവം പറഞ്ഞിരുന്നോ, അല്ലെങ്കിൽ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നവൻ ചോദിക്കുന്നുണ്ട്, ഈ കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞിരുന്നോ യഥാർത്ഥത്തിൽ തനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയാണെന്ന്. അല്ല, അതിന് അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ വെച്ചാൽ അവർക്ക് ഒരു റിലേഷൻ ഉണ്ട് എന്നാണ് തോന്നുന്നത്. നോക്കണം, ഈ തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒരു വലിയ പ്രശ്നമല്ല. കാരണം ആ കുട്ടിക്ക് ആദ്യമേ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. ഇനി ആ റിലേഷൻ റിട്ടേൺ ചെയ്ത് തിരിച്ചെടുക്കും, ആ സ്ത്രീയെ ആണ് സ്വീകരിക്കുമോ? അങ്ങനെ ഒരു റിലേഷൻ ഉണ്ട് എങ്കിൽ, അങ്ങനെ ഒരു റിലേഷൻ ഉള്ള പെണ്ണിനെ നമ്മൾ സാധാരണ വിവാഹം ചെയ്യുമോ? ആലോചിച്ച് നോക്കും. ഇനി മാത്രമല്ല, അതായത് ഇതിൽ ഏറ്റവും പ്രശ്നം, ഒരു കുടുംബത്തെ ചതിക്കുകയും ഒരു പെൺകുട്ടി ചതിക്കപ്പെടുകയും ചെയ്തതിന് ശേഷം വളരെ എന്താ പറയുക, ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എന്നിട്ട് അതിന് ഒരു ആരോപണം ഉന്നയിക്കുകയും. അതാണ് ആലോചിച്ച് നോക്കൂ. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇല്ലാതാക്കിയ സഹോദരന്മാരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വാക്കുണ്ട്. കാരണം അവിടെ ഉണ്ടായിരുന്ന ഒരു ചെന്നായയെ പിടിച്ച്, ആലോചിച്ച് നോക്കൂ, അതിനെ ആ ചെന്നായയെ അവർ എങ്ങനെയോ തച്ച് ഇല്ലാതാക്കിയിട്ട് അതിനെ തോളിലിട്ട് കൊണ്ടുവരികയാണ്. യൂസുഫ് നബിയുടെ കുപ്പായവും എന്താ ചെയ്തത്, ഇല്ലാതാക്കിയിട്ട് ആ ചെന്നായയുടെ ചോര മുഴുവൻ ആലോചിച്ച് നോക്കണം, ഈ എന്താ പറയുക, ഇതിൻ്റെ മേലെ തേച്ചു, ഈ കുപ്പായത്തിന് മേലെ തേച്ചു. എന്നിട്ട് ഏതോ ഒരു ചെന്നായയെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു യാക്കൂബ് നബിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം അവരുടെ ന്യായവാദങ്ങൾ ഉന്നയിക്കുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. ഉപ്പ, ഞങ്ങൾ അശ്രദ്ധയിലായിരിക്കെ യൂസുഫിനെ ഒരു ചെന്നായ വന്ന് പിടിച്ചു. ഇതാ അവൻ്റെ കുപ്പായവുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ആ പിടിച്ച ചെന്നായയെയും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അറിഞ്ഞു നോക്കണം. അപ്പോൾ യാക്കൂബ് നബി പറയുന്നൊരു വാക്കുണ്ട്, ആ ചെന്നായയെ നിങ്ങൾ കെട്ടഴിച്ചു വിടൂ. നോക്കണം. അപ്പോൾ എന്താ ഇപ്പം ഞങ്ങൾ ഇത്ര ബുദ്ധിമുട്ടി കൊണ്ടുവന്നിട്ടുള്ള നായ, നമ്മളെ കൊച്ചനുജനെ ഇല്ലാതാക്കിയ നായയാണ്. ആ ചെന്നായയെ ഇനി ഞങ്ങൾ കഴിച്ചു വിടുക, നിങ്ങൾ വിടൂ എന്ന് പറഞ്ഞപ്പോൾ ആ ചെന്നായ യാക്കൂബ് നബി എന്ന് പറയുന്ന പ്രവാചകന്റെ മുഖത്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. അദ്ദേഹം ആ ചെന്നായയോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അള്ളാഹുവിന് അഥവാ തൻ്റെ മുഅ്ജിസത്തിന്റെ ഫലമായിട്ട് ആ ചെന്നായ അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട പ്രവാചകരെ, ഞാൻ കന്നാനിൽ നിന്ന്, നോക്കണം, ഞാൻ ഈജിപ്തിൽ നിന്ന് കന്നാനിലെത്തിയത് എൻ്റെ സഹോദരനെ കാണാതായിട്ട് തെരഞ്ഞു നടന്നുകൊണ്ടാണ്. അപ്പോഴാണ് ഏറ്റവും നല്ലൊരു സഹോദരനെ ഇല്ലാതാക്കാൻ നിങ്ങളുടെ ഈ മക്കൾ ശ്രമിക്കുന്നത് ഞാൻ കണ്ടത്. മാത്രമല്ല, അവർ നുണ പറയുകയും ഏറ്റവും ഹീനമായ ശ്രമത്തിന് മുതിരുകയും എന്നിട്ട് നിരപരാധിയായ എൻ്റെ മേലേക്ക് ആ കുറ്റം ചുമത്തുകയും ചെയ്തിട്ടുള്ള തനി അധർമ്മകാരികളാണ് നിങ്ങളുടെ മക്കൾ. അതുകൊണ്ട് ഞാൻ ഈ കന്നാനിൽ ഇനി കഴിയുന്നേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചെന്നായ നാട് വിട്ടത് എന്ന് പറയുന്നത് പോലെ ഇത്രയും വൾഗറായിട്ട് പ്രവർത്തിച്ചതിനു ശേഷം അതിനെ ന്യായീകരിക്കുന്ന വാക്കുകൾ, അതാണ് ജാസി പറയുന്നത്. എന്താ പറയുന്നത്? അതിന് ഞങ്ങൾ മുമ്പ് പറഞ്ഞു ഒന്നും തിരിച്ചു വാങ്ങണ്ട എന്ന്. അപ്പം തന്ന സ്വർണവും ഒക്കെ ഞങ്ങളാണ്ട് തിരിച്ചു കൊടുത്തു, ഒന്നും ഇതായിട്ടില്ല. എന്നിട്ടും അത് പറഞ്ഞിട്ട് കാര്യം നിർത്തിയില്ല. പിന്നെ ജാസി പറയുന്നത് ഈ കുട്ടിക്ക് എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. തോന്നലാണ്. കാരണം അപ്പോൾ അത് സൈക്യാട്രിസ്റ്റിനെ തന്നെ കാണിക്കേണ്ട കേസാണത്. ഏതെങ്കിലും രീതിയിൽ ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു തരം ആരോപണമുണ്ട് എന്ന് വിചാരിക്കുക നമ്മൾ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ആ കുട്ടീൻ്റെ വിവാഹാന്വേഷണം നമ്മൾ ചെയ്യേണ്ടെന്ന് വെക്കണം. ഇനി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ന്യായീകരണവാദം എന്തുമാത്രം ഇവരൊക്കെ സെലിബ്രിറ്റികളാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ എല്ലാവരും ചാനലുകളും വലിയ പ്രമുഖ ചാനലുകളൊക്കെ ഇവരുടെ ഇൻ്റർവ്യൂ ആകുന്നത്. ഒരു മനുഷ്യ ജീവിതത്തെ ഇത്രയേറെ പുച്ഛമായി തള്ളിക്കളഞ്ഞതിനു ശേഷം, അത് ഒരു സ്ത്രീ ജീവിതത്തെ, ഇനി ആ പെൺകുട്ടിക്ക് എന്ത് രീതിയാണ്? ഇവനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവളായി മാറിയിട്ടുണ്ട്. അവൾക്ക് ഇനി കൂടെ ഇരുന്നിട്ട് ഒരു ചിരിക്കുന്നുണ്ട് ഒരുത്തെ. ആലോചിച്ച് നോക്കണം. അപ്പോൾ അവനക്ക് ഒരു സഹോദരി ഉണ്ടെങ്കിൽ അതങ്ങ് ചിരിക്കുമോ? മറ്റെന്താ പറയുക, ഒരു മകളുണ്ടെങ്കിൽ ചിരിക്കുമോ? ആലോചിച്ച് നോക്ക്. അപ്പോൾ സ്വന്തം സഹോദരിയും മകളും ഒന്നുമല്ല, അനുജത്തിയൊന്നും അല്ല, ആണെങ്കിലല്ലേ പ്രശ്നം. ഇത് ഏതോ പെൺകുട്ടിയല്ലേ.
അപ്പോൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ, ആലോചിച്ച് നോക്കൂ മനുഷ്യരെ. നിങ്ങൾ ഇത്തരത്തിലാണ് നമ്മുടെ സെലിബ്രിറ്റികളുടെ ജീവിതം. ഒരു പെൺകുട്ടിയുടെ ജീവിതം ഉടച്ചു കളഞ്ഞതിന് ശേഷം എന്നിട്ട് അതിന് ന്യായവാദങ്ങൾ നിരത്തുന്ന ഒരു കാലഘട്ടം. ഇനി ഇതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. പറഞ്ഞു ഞാൻ ഇങ്ങനെ, പിന്നെ അവൾക്കും ഓൾറെഡി വേറൊരാളായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ അങ്ങനെ ഇതിന്റെ തോന്നൽ മാത്രമാണ്. അപ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞപ്പോ അവള് ഓക്കെ ആയിരുന്നു. അങ്ങനെ മ്യൂച്വലായിട്ട് ഈ പെൺകുട്ടിയോട് നിങ്ങൾ പിന്നെ അവതരിപ്പിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. പെൺകുട്ടിയോട് ഈ കാര്യം, നിങ്ങളുടെ ഈ നിഷ്ക്രിയത്വം അഥവാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയെ തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയില്ല, ട്രാൻസ്ജെൻഡർ ആണ് എന്ന ഈ കാര്യം ഈ പെൺകുട്ടിയോട് പിന്നെ എപ്പോഴാണ് നിങ്ങൾ അവതരിപ്പിച്ചത് എന്ന ചോദ്യത്തിന് ജാച്ചി പറയുന്നത് കേട്ടുകൊണ്ട് നമുക്ക് ഇത് നിർത്താം. അപ്പോൾ എന്തുമാത്രമാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രമാത്രമുള്ള സെലിബ്രിറ്റികൾ പോലും ഈ രൂപത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഇത്തരത്തിൽ നിന്നുള്ള കാവൽ തേടിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.